ഓണത്തിനെ കുറിച്ച് രണ്ടക്ഷരം പറയൂ. മലയാളം ടീച്ചറാണ്. നമ്മുടെ പിന്നെ കേരളത്തിന്റെ ജനങ്ങളെല്ലാവരും ആഘോഷിക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ സെറ്റായിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അവിടെ എന്തൊക്കെ സദ്യ ഉണ്ട്. ഞങ്ങൾ പക്ഷേ ഓണമല്ലേ, നമ്മൾ അതിനനുസരിച്ച് നിൽക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് എടുക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ മുല്ലപ്പൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. കാണിക്കും മാളുവിൻ്റെ മാളുവിൻ്റെ മുടി കെട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഗൈസ്. ഭയങ്കര സെറ്റപ്പിൽ കെട്ടിച്ചിട്ടുണ്ട് മാളു. സജിത ചേച്ചി എനിക്ക് സാരി എടുത്തുന്നതും സജിത ചേച്ചിയാണ്. എൻ്റെ ടീച്ചർ വരുന്നു സജിത ചേച്ചി. അവരുടെ ഒക്കെ സാൻസ്ക്രിറ്റിൻ്റെ ടീച്ചറായിരുന്നു. അപ്പോൾ സജിത ചേച്ചിയാണ് എടുത്തത്. ഞങ്ങൾ വിദ്യാനികേതൻ്റെ സ്കൂളിൽ പഠിച്ചവർ ഞങ്ങൾ ടീച്ചേഴ്സിനെ ചേച്ചി എന്നാണ് വിളിക്കാറ്. അറിയാത്തവർക്ക് വേണ്ടി പറയണേ. അപ്പോൾ ഞങ്ങൾ ഇത് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ പൊതുവേ കുറച്ച് ഇൻട്രോവേർട്ട് ടൈപ്പുകളാണ്. അപ്പോൾ ഞാനിതൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ പുതിയ സാരിയാണ്. സാരി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തതാണ്, കാണിച്ചിട്ടില്ല. നമുക്കിനി നമ്മളെ പട്ടിക്കുട്ടനെ കാണിച്ചു തരാം. ഓണായിട്ട് മഴ പെയ്യുന്നുണ്ടോ ഗൈസ്? ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് ഇവിടെ. ഇല്ല, നമുക്ക് പട്ടിക്കുട്ടനെ കാണാം. കമോൺ. എങ്ങോട്ട് പോവാൻ? ഹാപ്പി ഓണം. നമ്മൾ പട്ടിക്കുട്ടിനെ കണ്ടു. നമുക്ക് ഈ വീട്ടിൽ കുറച്ച് നേരം ഉപേക്ഷിച്ചാവാം. പക്ഷെ ഇപ്പം ജസ്റ്റ് മഴ ചാറുന്നേ. അപ്പം നമുക്ക് തീരെ പറ്റില്ല. മഴ ചാറുന്ന കാരണം നമുക്ക് വീടിനകത്തേക്ക് പോവാം. എല്ലാവരും ഇവിടെ വാ. കം നന്ദ കൈ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അവിടെ തന്നെ പറ്റില്ലേ? എനിക്ക് തൊടാൻ പേടിയാട്ടോ. എനിക്ക് ഇഷ്ടം. കുറച്ച് അങ്ങെടുക്കാം, മഴ കൊള്ളണ്ട. അങ്ങെടുക്കാം, മഴ കൊള്ളണ്ട. ആരൊക്കെയോ വരുന്നുണ്ട് കേസ്, ഞങ്ങൾക്ക് ആരും അറിയില്ല. നിങ്ങളാ വിളിച്ചോ? അപ്പോൾ വെളിച്ചൊക്കെ നോക്കി നമ്മൾ അവിടെ കാര്യങ്ങളും തിരക്കിലാണ്. ഓണത്തിനെ കുറിച്ച് എന്താ സ്കൂളിൽ നാളുണ്ട്? സ്കൂളിൽ എന്താ നടന്നതെന്ന് വെച്ചാൽ പറ. മറ്റേ ഇത് പൊട്ടിക്കില്ല, എന്താ? അയ്യോ, ഞാൻ മറന്നതിന്റെ പേരാ. സുന്ദരിക്ക് പൊട്ടുകളെ ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കുക. കസേരകളി ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിട്ടില്ല. കുറച്ച് ആക്റ്റീവായിട്ട് സംസാരിക്കുമോ? ഞാനോ? യൂട്യൂബാണ് എല്ലാവരും. പിന്നെ മറ്റേ കുടം പൊട്ടിക്കല്. ഇതിപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് ഫുഡ് കഴിക്കണ വീഡിയോ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഗെയിംസ് പറയേണ്ട ആവശ്യമുണ്ടോ? ഗെയിംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ എന്തായാലും ലോങ് ആയിട്ട് കാണണം. ബൈ. ഞങ്ങളെ കണ്ട് സുന്ദരി ഇവിടെ ഓൾറെഡി പൊട്ടോട്ടിരിക്കുന്നുണ്ട്. ഇനി എൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ട്രൈ മാഡ്ബേക്കോ. ഓക്കെ, ബൈ. സിറ്റ് അവിടെ ഇരി. അവിടെ ഇരിക്കേ. ഫേസ് കാണിക്ക് കുറച്ച്. ചേച്ചി ഒരു ഫോട്ടോ വീഡിയോ ഗൈസ്. ഇവിടെ എല്ലാവരും ഡ്രസ് ചേഞ്ച് ചെയ്യാനുണ്ട്. നമ്മുടെ മാളവിക ആർ നായർ ഡ്രസ് ചേഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. എനിക്ക് ഗൈസ് ഈ പേഴ്സണലി ഈ കളർ നല്ല ഇഷ്ടമായി. ഈ ഓറഞ്ച് വിത്ത് എനിക്കിഷ്ടമായി. ഞാൻ ഇവളെ സൈസായിരുന്നു ഞാൻ ഈ ബ്ലൗസ് ഇട്ടിട്ട് സാരി എടുത്തോനെ. പക്ഷെ ഞാൻ ഇവളെ സൈസ് അല്ലല്ലോ. അപ്പം ഞാനൊന്നും ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല. നമ്മൾ തറവാട്ടിലാണ് പരിപാടി. അപ്പം എല്ലാവരും ഉണ്ട്, ആരും ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ ഓണത്തിന് പൂവിട്ടുകൊണ്ട് ഇരിക്കുക, റെഡി ആക്കുന്നേ ഉള്ളൂ. ഇതാണ് നമ്മളെ തൃക്കാരപ്പൻ. തൃക്കാരപ്പൻ തന്നെയല്ലേ പറയാ? തൃക്കാക്കരപ്പൻ. സോറി, കണ്ണനെ കാണിച്ചു തൃക്കാക്കരപ്പൻ. ഇത് നമ്മള് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും ഗൈസ്. അപ്പോൾ നമുക്ക് ചെമ്പരത്തി പൂവുണ്ട്, ഡാർക്ക് ചെമ്പരത്തി ഉണ്ട്, പിന്നെ തുളസി ഉണ്ട്. അങ്ങനെ അതവിടെ എല്ലാവരും സാരിയൊക്കെ ചേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാവരും ഫ്ലവേഴ്സ് ചെയ്യാൻ നമുക്ക് അമ്മമ്മോട് സംസാരിച്ചിട്ട് വരാം. അമ്മമ്മ ഇവിടെ സുന്ദരിയായി റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ കഴിച്ചിട്ടില്ല അമ്മമ്മ. കുളിക്കൊക്കെ വേണക്ക് ഞാൻ കഴിക്കാം.
അതേ കഴിച്ചോളാം. അമ്മമ്മ ചിരിക്കൂ, ചിരിച്ചാൽ മതി. അമ്മ സുന്ദരിയായി പുറപ്പെട്ടിരിക്കണം. അമ്മ കഴിച്ചോ? കഴിച്ചോ? ആ ഇത് രാവിലെ പൂക്കളിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ അതിന് റെഡി ആയതിനു ശേഷം ഇട്ട് കൊടുക്കണം കേട്ടോ, ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഞാൻ ഇന്നലെ രാത്രി കാരണം 2 അക്ഷരം പറയുമോ ഓണത്തെക്കുറിച്ച് പറഞ്ഞോളൂ. അപ്പം മാഷാണ് കേസ് 2 അക്ഷരം പറയാൻ പറഞ്ഞിട്ട് അറിയില്ല. അപ്പോൾ രാവിലെ തന്നെ പൂക്കളിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇതിന് ശേഷമാണ് ഞങ്ങൾ ജസ്റ്റ് ഇൻട്രോ എടുത്തത്, ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം. അപ്പോൾ അവിടുത്തെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന ചേച്ചിയും അവരുടെ ഭർത്താവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവരോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് വോയിസ് ഓവർ കൊടുക്കല്ലാണ്ട് വേറെ വഴിയില്ല. അമ്മ ഞങ്ങളെ വീടിന്റെ മുറ്റത്തുണ്ട്. ഞാൻ എടുത്തിട്ട് ഞങ്ങള് ഓണം സെലിബ്രേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എന്താ ഓണത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഇവിടെ നോക്കൂ, സദ്യ കാണുന്ന മോളെ. പായസം പായസം വാ വാ. എന്താ ഉണ്ട് അവിടെ? വാ പായസം തരാ. വാ ഓണത്തിനെ കുറിച്ച് എന്തെങ്കിലും പറ. ഉണ്ടാതോയിക്കോക്കെ എല്ലാരും അങ്ങോട്ട് കുടിച്ചു പായസം. നോക്ക് നോക്കത് യൂട്യൂബ് വീഡിയോ ആണ് കേട്ടോ. ഓണത്തിനെ കുറിച്ച് 2 അക്ഷരം പറയൂ. മലയാളം ടീച്ചറാണ്. നമ്മുടെ പിന്നെ കേരളത്തിന്റെ ജനങ്ങൾ എല്ലാവരും ആഘോഷിക്കുന്ന ഉത്സവമാണ്. എല്ലാവർക്കും വളരെ സന്തോഷപ്പെട്ട ഒരു കാര്യമാണ് ഓണം എന്നുള്ളത്. ഇന്ന് ഞങ്ങളെ വീട്ടിലെ ഓണസദ്യയായിരുന്നു. ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പശു ഉണ്ടെങ്കിൽ അതിനകത്ത് കൊടുത്തിരുന്നു.
മിക്സ് ചെയ്ത് കിട്ടില്ല ടേസ്റ്റാണ് ഗൈസ്. എല്ലാവരും കൂടെ ഇവിടെ നമ്മൾ ഉത്രാടം ദിവസം ഞാൻ ഇന്നലെ ഉത്രാടത്തിന് വീഡിയോ ഇവിടെ ഉണ്ട്. നമ്മൾ നാളെ തിരുവോണത്തിന് ന്യൂ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. രാവിലെ തന്നെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തിരുവോണം ദിനത്തിന് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്നിപ്പോൾ നമുക്ക് ഉത്രാടത്തിന് ഇവിടെ ഒരുവിധം ജോളിമലയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ പുതിയ വീഡിയോ നാളെ കാണാൻ എല്ലാവർക്കും ബൈ. വീഡിയോയുടെ നമ്മൾ ബൈൻഡപ്പ് ചെയ്യാൻ പോകണം ഇവിടെ.